ഹായ്, വെൽക്കം ടു ബിന്ദുസ് ഹോം. ഞാൻ ഇന്നൊരു ചിക്കൻ നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിലേക്കായി കുറച്ച് ചിക്കൻ കുരുമുളകും ഉപ്പും പുരട്ടി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് പൊരിച്ചെടുക്കാം. ചിക്കൻ ഒന്ന് വെന്ത് കഴിയുമ്പോൾ 2 കോഴിമുട്ടയും കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ചേർത്തൊന്ന് ചിക്കിയെടുക്കാം. ഇനി ഇതേ പാനിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾക്ക് കേബേജ് ആണ്, അതും നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്, അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിന് പകരം നിങ്ങൾക്ക് ചില്ലി സോസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇത്രയും വെജിറ്റബിൾസ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ബീൻസും വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഇഷ്ടമുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ നൂഡിൽസ് കുക്ക് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ച് സോയാ സോസ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ചിക്കിയെടുത്ത കോഴിമുട്ടയും പിന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി നൂഡിൽസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് അരമണിക്കൂർ മുന്നേ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. നൂഡിൽസ് വേവിക്കുമ്പോൾ ഒരു 3-4 മിനിറ്റ് മതി. കുറച്ചധികം വെള്ളത്തിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. വേവിക്കുമ്പോൾ കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയനും കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയണേ.